Good morning to all. The yesterday's class we discussed about procedure regarding conduct of election to the Committee of Society. Today we discussed about the balance procedures of the election. The first class we discussed about the first 7 steps, that is decision to conduct election, appointment of returning officer, issue of election notice and publication of voters list. Next is filing of nomination paper, scrutiny of nomination paper and publication of valid nomination, and the another one is withdrawal of candidate. The next section we discussed about polling. What is polling? Polling means if the number of candidate whose nomination paper have been declared valid does not exceed the number to be elected from the area or constituency. The returning officer shall announce the name of such candidate as duly elected on the date of fixed for the election. പോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോമിനേഷൻ പേപ്പർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വാലിഡ് ആയിട്ടുള്ള പേഴ്സൺ, അതായത് നമ്മൾ പറഞ്ഞു ഫൈനൽ നോമിനേഷൻ പേപ്പർ, അതായത് ഫൈനലായിട്ടുള്ള നോമിനേഷൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വിഡ്രോവലൊക്കെ കഴിഞ്ഞിട്ട് ആരാണോ പിന്നെ ഫൈനൽ ലിസ്റ്റിൽ ഉള്ളത് അവരാണ് നമ്മൾ ഈ പോളിങ്ങിന് വേണ്ടിയിട്ട് എലക്ട് ചെയ്യാനായിട്ടുണ്ടാവുക. ദ റിട്ടേണിംഗ് ഓഫീസർ, അതായത് റിട്ടേണിംഗ് ഓഫീസർ ആയിരിക്കും ഈ കാൻഡിഡേറ്റ്സിൻ്റെ പേര് ഡിക്ലെയർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഒരുപാട് നോമിനേഷൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അകത്തുനിന്ന് പോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വേക്കൻസി ഉണ്ടാവുക 2 or 3 ആയിരിക്കും. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷന് നിൽക്കുന്ന പേഴ്സൺസിൻ്റെ എണ്ണം അതിൽ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ പോളിംഗ് നടത്തും. ദാറ്റ് മീൻസ് നമ്മൾ കമ്മിറ്റി മെമ്പേഴ്സ് ഒരു പേഴ്സണെ എലക്ട് ചെയ്യും. അവരുടെ ഫേവറിനെ ബേസ് ചെയ്തിട്ട് ഒരു പേഴ്സണെ എലക്ട് ചെയ്യും. അതിനെയാണ് ഈ പോളിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് 1 വേക്കൻസി ആണോ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു 1 വേക്കൻസിയിലേക്ക് നമ്മളുടെ ഇടയിലുള്ള ഒരു 5-6 പേരുടെ നെയിമാണ് കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പേഴ്സണെ നമ്മൾ എലക്ട് ചെയ്തെടുക്കുന്നതിനെയാണ് പോളിംഗ് എന്ന് പറയുന്നത്. On the other hand, if a such number exceed the number of elected, there I need to conduct a poll. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളുടെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള വേക്കൻസിനേക്കാളും കൂടുതൽ എക്സീഡ് ആയിട്ടുള്ള നമ്പേഴ്സ് നമുക്കവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു പോളിംഗ് നടത്തും. Therefore, a poll should be arranged on a appointed date. For the proper conduct of election, the returning officer may appoint a required number of polling officers. അപ്പോൾ നമ്മളൊരു കറക്റ്റ് ഡേറ്റ് നമ്മൾ പറയും. ഇന്ന ഡേറ്റിൽ ഇന്ന ടൈമിൽ ഇന്ന പ്ലേസിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ പോളിംഗ് നടത്താമെന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ പോളിങ്ങിൻ്റെ പ്രോപ്പർ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് റിട്ടേണിംഗ് ഓഫീസർ പോളിംഗ് ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. ഒരു സർട്ടൈൻ നമ്പർ ഓഫ് പോളിംഗ് ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. അത് റിട്ടേണിംഗ് ഓഫീസർ ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു റിട്ടേണിംഗ് ഓഫീസറാണ് എലക്ഷൻ പ്രൊസീജിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഹാൻഡിൽ ചെയ്യുന്നത്. is the head of election. So റിട്ടേണിംഗ് ഓഫീസർ ഒരു സർട്ടൈൻ നമ്പർ ഓഫ് പീപ്പിളിനെ പോളിംഗ് ഓഫീസേഴ്സ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. ദ കമ്മിറ്റി ഷുഡ് പ്രൊവൈഡ് ദ മെറ്റീരിയൽ റിക്വയർഡ് ഫോർ ദ കണ്ടക്ട് ഓഫ് പോൾ സച്ച് ആസ് എ ബാലറ്റ് ബോക്സ്, ബാലറ്റ് പേപ്പേഴ്സ്, കോപ്പീസ് ഓഫ് ലിസ്റ്റ്, എലിജിബിൾ വോട്ടേഴ്സ് ആൻഡ് സ്റ്റേഷനറി എക്സെട്ര. ദാറ്റ് മീൻസ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വോട്ടിംഗ് ആണ് അല്ലെങ്കിൽ ഇലക്ഷൻ ആണ് നടത്തുന്നത്. സോ കമ്മിറ്റി മെമ്പേഴ്സ് എലക്ഷൻ കണ്ടക്ട് ചെയ്യേണ്ടതായ, അതായത് പോളിംഗ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഈ കമ്മിറ്റി മെമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് ബാലറ്റ് ബോക്സ് വേണം, ബാലറ്റ് പേപ്പേഴ്സ് വേണം, കോപ്പീസ് ഓഫ് ലിസ്റ്റ് ഓഫ് എലിജിബിൾ വോട്ടേഴ്സ്, അതായത് നമ്മുടെ ആരൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അവരുടെ ഒരു ലിസ്റ്റ് വേണം. അതേപോലെ സ്റ്റേഷനറീസ് കാര്യങ്ങളും ഒക്കെ വേണം. ഇത് എല്ലാം കമ്മിറ്റി മെമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ പോളിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോർമൽ ഒരു ഇലക്ഷന് പോകുമ്പോൾ നിങ്ങളിപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നോർമൽ ഒരു ഇലക്ഷന് പോകുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കാണാറുള്ളത് അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റാവുന്നതാണ് കേട്ടോ. In the polling booth, compartment should be arranged to facilitate secret making of ballot papers by the members. The contesting candidate can be appointed against at the polling booths to represent them and identify the voters. A letter appointing the agent should be written addressing to the returning officer after getting consent of the agent. That means നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പോളിംഗ് നടത്തുമ്പോൾ സീക്രട്ട്, അതായത് നമ്മുടെ അവകാശമാണ് നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. സോ അത് മറ്റൊരു പേഴ്സൺ കാണാണ്ടിരിക്കുക, അതായത് സീക്രട്ട്ലി നമുക്ക് നടത്താനായിട്ട് പോളിംഗ് ബൂത്ത്സിനെ നമ്മൾ കമ്പാർട്ട്മെൻറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ കമ്പാർട്ട്മെൻറ്റിൽ പോയിട്ടാണ് നമ്മൾ ബാലറ്റ് പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് വോട്ടിംഗ് നടത്തുന്നത്. അതേപോലെ തന്നെ ഈ പോളിംഗ് ബൂത്തിൽ നമ്മളുടെ ആരാണോ കാൻഡിഡേറ്റ് നേരിട്ട് നിൽക്കുന്നത് അവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഏജൻസ് ഉണ്ടായിരിക്കും. ആ ഏജൻസ് വരുന്ന പേഴ്സൺസിൻ്റെ വോട്ടേഴ്സ്
വോട്ടേഴ്സ് ID അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഏജൻസ് അവിടെ സിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഈ റിട്ടയറിംഗ് ഓഫീസേഴ്സ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള പോളിംഗ് ഓഫീസേഴ്സ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ പോളിംഗ് ഓഫീസർ അവർ ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്പർ പറയുമ്പോൾ ഈ നമ്മുടെ വോട്ട് ഏജൻസ് ഉണ്ടായില്ലേ, അതായത് ആരാണോ ഇലക്ഷൻ നിൽക്കുന്ന ആ കാൻഡിഡേറ്റിൻ്റെ ഏജൻസ് ഈ നമ്പർ നോട്ട് ചെയ്യും. അതേപോലെ തന്നെ പോളിംഗ് ഓഫീസേഴ്സിൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് പോളിംഗായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഐഡൻറ്റിറ്റി കാർഡ്, പോളിംഗ് ഓഫീസേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരിക്കും. അതേപോലെ മെമ്പേഴ്സ് വോട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നത് ഈ പോളിംഗ് ഓഫീസേഴ്സ് ആയിരിക്കും. അവരത് ചെക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ സീരിയലി നമ്പർ ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് മെമ്പേഴ്സിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പോളിംഗ് ഓഫീസേഴ്സ് മെമ്പേഴ്സ് വരുമ്പോൾ അവർ ഐഡൻറ്റിറ്റി കാർഡ് ചെക്ക് ചെയ്യും. അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഐഡൻറ്റിറ്റി മാച്ച് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക, അവർ ബാലറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യും. അതർവൈസ് ഹി ഈസ് നോട്ട് ഇഷ്യൂഡ് ദ ബാലറ്റ് പേപ്പർ. On getting the ballot paper, the members proceed the polling committee to exercise his vote. The ballot paper then it put the box without the utmost secret. That means എന്താ പറയുന്നത്, ബാലറ്റ് പേപ്പർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെമ്പേഴ്സിന് വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടുകയാണ്. സോ അവർ സീക്രട്ടായിട്ട് അവർ ആർക്കാണോ വോട്ട് ചെയ്യുന്നത് അവരുടെ പേപ്പർ ബാലറ്റ് ബോക്സിൽ എഴുതിയിട്ട്, നമ്മുടെ ബാലറ്റ് പേപ്പറിൽ എഴുതിയിട്ട് അവിടെ ഇരിക്കുന്ന ബാലറ്റ് ബോക്സിൽ പുട്ടയിടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാലറ്റ് പേപ്പേഴ്സിൽ അല്ലെങ്കിൽ പോളിങ്ങിൽ വരുന്നത്. അപ്പോൾ പോളിങ്ങിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിങ്ങിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാൻഡിഡേറ്റ്സിന് മെമ്പേഴ്സിന് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പോൾ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതിന് റിട്ടയറിംഗ് ഓഫീസർ ഒരു പോളിംഗ് ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. പോളിംഗ് ഓഫീസേഴ്സ് ഈ വരുന്ന മെമ്പേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം ഐഡൻറ്റിറ്റി മാച്ച് ആണെന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് അവർ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബാലറ്റ് പേപ്പർ പ്രൊവൈഡ് ചെയ്യും. ആ ബാലറ്റ് പേപ്പർ യൂസ് ചെയ്തിട്ട് അവരതിൻ്റെ അകത്ത് ആർക്കാണോ എലക്ട് ചെയ്യുന്നത് അവരുടെ പേര് ടിക്ക് ചെയ്തിട്ട് അത് ബാലറ്റ് ബോക്സിൽ പുട്ട് ചെയ്യും. അതേപോലെ തന്നെ വോട്ട് ചെയ്യാൻ പോകുന്ന ടൈമിൽ തന്നെ ഈ പോളിംഗ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ ഏജൻസും ഇരിക്കേണ്ടതായിരിക്കും. പോളിംഗ് ഓഫീസർ ഇവർ ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ടുവരുമ്പോൾ ആ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് നമ്പർ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ആ നമ്പേഴ്സ് ഇവർ പറയുമ്പോൾ നമ്മുടെ കാൻഡിഡേറ്റ്സിൻ്റെ ഏജൻസ് ആ നമ്പർ ടിക്ക് ചെയ്യും. ഇതാണ് മെയിനായിട്ട് പോളിങ്ങിൽ വരുന്നത്. ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് കൗണ്ടിങ് വോട്ട്. കൗണ്ടിങ് വോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് പോസിബിൾ കൗണ്ടിങ് ഓഫ് വോട്ട് ഈസ് ടു ബി ഡൺ സൂൺ ആഫ്റ്റർ ക്ലോസിംഗ് ദ പോൾ. If this is not possible, the ballot box shall be sealed by the returning officer and kept under the safe custody. The consenting candidate or agent may also allow to seal if it is desired. The returning officer will then announce and also intimate its writing to the candidate, their agents, exact time and place of counting. That means counting എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോളിംഗ് എപ്പോഴാണ് അവസാനിക്കുന്നത് അതിന് ശേഷമാണ് നമ്മുടെ വോട്ട്സ് കൗണ്ട് ചെയ്യുക. ദാറ്റ് മീൻസ് നമ്മൾക്ക് അന്ന് നമ്മുടെ വോട്ടിങ് കഴിഞ്ഞിട്ട് അന്ന് കൗണ്ട് ചെയ്യാനായിട്ട് പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും അന്നല്ലായിരിക്കും കൗണ്ട് ചെയ്യുക, വേറെ നെക്സ്റ്റ് ഡേ ആയിരിക്കും, വേറൊരു ദിവസമായിരിക്കും നമ്മൾ വോട്ടിങ് കൗണ്ട് ചെയ്യുന്നത്. സോ അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ വോട്ടിങ് കൗണ്ട് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഈ ബാലറ്റ് ബോക്സ് റിട്ടയറിംഗ് ഓഫീസറിൻ്റെ അനുവാദത്തോടുകൂടി സീൽ ചെയ്തിട്ട് അത് സേഫ് കസ്റ്റഡിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അതേപോലെ തന്നെ കാൻഡിഡേറ്റും അതേപോലെ തന്നെ അവരുടെ ഏജൻറ്റോ ഈ സീൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ കാൻഡിഡേറ്റിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഏജൻറ്റിൻ്റെ മുമ്പിൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഈ ബാലറ്റ് ബോക്സ് സീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ റിട്ടയറിംഗ് ഓഫീസർ അതർ ഡേറ്റ് എന്താണോ നമ്മൾ കൗണ്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് ക്ലിയർലി മെൻഷനും ചെയ്യും. ദ റിട്ടയറിംഗ് ഓഫീസർ ഓൾസോ മെൻഷൻ ദ കറക്റ്റ് ഡേറ്റ്, പ്ലേസ് ആൻഡ് ടൈം ഫോർ ദ കൗണ്ടിംഗ് വോട്ട്. The voters shall be counted by or under the supervision of returning officer. Each candidate or his authorized agent shall have a right to present at the time of counting. As soon as counting it is over, returning officer shall announce the result with the number of votes secured by each candidate. In this case of equal division of vote, the result shall be decided by law drawn by the returning officer.
The rest of the declaration is also to be recorded in a minute book of the society and attested by the returning officer. It should be notified on the notice board of the society. The member elected in a manner provided by the rules shall be deemed have to be elected by the general body of the society. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് നമ്മൾ പറഞ്ഞു സീൽ ചെയ്തിരിക്കുന്ന ബാലറ്റ് ബോക്സ് സേഫ് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടായിരിക്കും. റിട്ടേണിംഗ് ഓഫീസർ എന്നാണോ നമ്മുടെ വോട്ടിംഗ് കൗണ്ട് ചെയ്യുന്നതെന്നുള്ള കറക്റ്റ് ഡേറ്റും പ്ലേസും ടൈമും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വോട്ടിംഗ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് റിട്ടേണിംഗ് ഓഫീസറിൻ്റെ ഇതോടുകൂടി മാത്രമേ, അതായത് അവരുടെ സൂപ്പർവിഷനോട് കൂടി മാത്രമേ നമുക്ക് വോട്ട്സ് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ വോട്ട്സ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ അവരുടെ ഏജൻറ്റിന് അറ്റ് എ ടൈമിൽ വോട്ടിങ് കൗണ്ട് ചെയ്യുന്ന ടൈമിൽ പ്രസൻ്റ് ആയിട്ടിരിക്കാനായിട്ട് പറ്റും. അതായത് അവർക്ക് എൻട്രി ഉണ്ടായിരിക്കും വോട്ട് കൗണ്ട് ചെയ്യുന്ന സമയത്ത്. കൗണ്ടിങ് കഴിഞ്ഞതിന് ശേഷം എത്ര വോട്ടിനാണ് ആരാണോ വിൻ ചെയ്തതെന്നുള്ളത് റിട്ടേണിംഗ് ഓഫീസർ ആയിരിക്കും അനൗൺസ് ചെയ്യുന്നത്. വിത്ത് എത്ര വോട്ട്സ് അവർ സെക്യൂർ ചെയ്തിട്ടുണ്ട്, കാൻഡിഡേറ്റ് എത്ര നമ്പർ ഓഫ് വോട്ട്സ് സെക്യൂർ ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ചില സിറ്റുവേഷൻസിൽ രണ്ട് പാർട്ടീസിന് ഈക്വൽ വോട്ട്സ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഈക്വൽ വോട്ട്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർ ഡ്രോ ചെയ്യും, ലോട്ട് എടുത്തിട്ട് ഡ്രോ ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ആരാണോ വിൻ ചെയ്യുന്നത് ആ പേഴ്സണെയാണ് നമ്മൾ വിന്നറായിട്ട് അനൗൺസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ വോട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിനിറ്റ്സ് ബുക്കിൽ ഇത് റെക്കോർഡ് ചെയ്ത് വെക്കണം. അതേപോലെ ഇത് റിട്ടേണിംഗ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ ആരാണോ വിൻ ചെയ്തത് അവരുടെ നെയിം നോട്ടീസ് ബോർഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ ഇലക്ഷൻ നടത്തിയത് എല്ലാം കറക്റ്റ് ബൈലോസ് പ്രകാരമാണെന്നുള്ളതും കൂടി ജനറൽ ബോഡി മീറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് കൗണ്ടിങ് ഓഫ് വോട്ട്സിൽ പറയുന്നത്. അപ്പോൾ കൗണ്ടിങ് ഓഫ് വോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ദ പോളിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോൾ സെയിം ഡേറ്റിൽ തന്നെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാലറ്റ് ബോക്സ് റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ വെച്ച് അത് സീൽ ചെയ്തിട്ട് സേഫ് കസ്റ്റഡിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഈ സീൽ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ അവരുടെ ഏജൻറ്റിന് ഈ സീൽ ചെയ്യുന്ന ടൈമിൽ അവിടെ പ്രസൻ്റ് ആവാനായിട്ട് സാധിക്കും. അതേപോലെ റിട്ടേണിംഗ് ഓഫീസർ എന്നാണോ നമ്മളുടെ വോട്ടിംഗ് കൗണ്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ്, ടൈം, അതേപോലെ തന്നെ പ്ലേസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ വോട്ട്സ് കൗണ്ട് ചെയ്യുമ്പോൾ റിട്ടേണിംഗ് ഓഫീസറിൻ്റെ സൂപ്പർവിഷനോട് കൂടി മാത്രമേ നമുക്ക് വോട്ട്സ് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വോട്ട്സ് കൗണ്ട് ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ അവരുടെ ഏജൻറ്റിന് പ്രസൻ്റ് ആവാനുള്ള കൗണ്ടിങ് നടത്തുന്ന സ്ഥലത്ത് പ്രസൻ്റ് ആവാനായിട്ടുള്ള അനുവാദമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൗണ്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേണിംഗ് ഓഫീസറായിരിക്കും ആരാണോ വിൻ ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം അനൗൺസ് ചെയ്യുന്നത്. ഇപ്പോൾ ചില സിറ്റുവേഷൻസിൽ വിന്നർ ആരാന്ന് അനൗൺസ് ചെയ്യുമ്പോൾ അവർക്ക് എത്ര വോട്ടാണ് കിട്ടിയെന്നുള്ളതും കൂടി അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വൽ ഡിവിഷൻ, നമ്മൾ എത്ര ഈക്വലായിട്ടാണ് വോട്ട്സ് കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരു ലോട്ട് വഴിയാണ് നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ വോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിന്നേഴ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ മിനിറ്റ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് റിട്ടേണിംഗ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ വിന്നറെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നോട്ടീസ് ബോർഡിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ മെൻഷൻ ഇൻ ദ ജനറൽ ബോഡി മീറ്റിംഗ്. ഇത്രയാണ് കൗണ്ടിങ് വോട്ട്സിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നതാണ് ഇൻവാലിഡ് വോട്ട്. ഇൻവാലിഡ് വോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ ബാലറ്റ് പേപ്പർ വിൽ ബി റിജക്റ്റഡ് ആൻഡ് ട്രീറ്റഡ് ആസ് എ ഇൻവാലിഡ് ഓൺ ദ ഫോളോയിങ് ഗ്രൗണ്ട്സ്. നമ്മളെ ബാലറ്റ് പേപ്പർ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇൻവാലിഡ് ആണെന്ന് ട്രീറ്റ് ചെയ്യുന്നത് ഈ താഴെ പറയുന്ന കുറച്ച് സിറ്റുവേഷൻസിലാണ്. അതെന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നതാണ് ഇഫ് ഇറ്റ് ബിയർ എനി മാർക്ക് ബൈ വിച്ച് ദ മെമ്പർ ഹൂ വോട്ടഡ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. അതായത് നമ്മൾക്ക് ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തത്. മെമ്പർ ഒരാൾക്ക് വോട്ട് ചെയ്തു, ഇപ്പോൾ ചിലപ്പോൾ ടിക്ക് മാർക്ക് ആയിരിക്കും ഇട്ടിരിക്കുന്നത്, ചിലപ്പോൾ ടിക്ക് മാർക്ക് ഇടുമ്പോൾ ആർക്കാണെന്ന് ക്ലിയർലി ഐഡൻറ്റിഫൈ ചെയ്യാത്ത സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഒരു ടിക്ക് മാർക്ക് മറ്റൊന്നിനെ ഓവർലാപ്പായി അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വോട്ട് ഇൻവാലിഡായി പോവും.
നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് ഡസ് നോട്ട് ബിയർ ദ സീൽ ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദ ഇനിഷ്യൽ ഓഫ് ദ റിട്ടയറിംഗ് ഓഫീസർ. ദാറ്റ് മീൻസ് നമ്മൾ സീൽ ചെയ്യുന്ന പേപ്പറിൽ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സീലും അതേപോലെ തന്നെ റിട്ടയറിംഗ് ഓഫീസറിൻ്റെ ഇനിഷ്യൽ ഉണ്ടായിരിക്കും. ഇത് രണ്ടും നമ്മൾ വോട്ട് ചെയ്തിരിക്കുന്ന പേപ്പറിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഇൻവാലിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് ദ മാർക്ക് ഇൻഡിക്കേറ്റ് വോട്ട് ഈസ് പ്ലേസ്ഡ് ഇൻ എ സച്ച് എ മാനർ ആസ് ടു മേക്ക് ഇറ്റ് ഡൗട്ട്ഫുൾ ടു വിച്ച് കാൻഡിഡേറ്റ് ദ വോട്ട് ഹാസ് ബീൻ കാസ്റ്റ്. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വോട്ട് ചെയ്തിരിക്കുന്നത് ക്ലിയർലി ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ക്ലിയർലി ഇൻഡിക്കേറ്റ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമ്മൾ അത് ആർക്കാണോ മാർക്ക് ചെയ്തത് എന്തെങ്കിലും ഡൗട്ട്സ് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ വോട്ടും ഇൻവാലിഡായിട്ട് കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് ഇറ്റ് ബിയർ മാർക്ക് ഓർ മോർ ദാൻ ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ടു ബി എലക്റ്റഡ്. ദാറ്റ് മീൻസ് നമ്മൾക്ക് ഒരു വോട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു മെമ്പറിന് മാത്രമേ ഒന്നിൽ കൂടുതൽ മെമ്പേഴ്സിൻ്റെ നേരെ ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മെമ്പേഴ്സിനെ മാർക്ക് ചെയ്യുക ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, ഇൻവാലിഡാണ്. അപ്പോൾ ഇത്രയാണ് ഇൻവാലിഡ് വോട്ട്സിൽ പറയുന്നത്. അപ്പോൾ ഇൻവാലിഡ് വോട്ട്സിൽ പറഞ്ഞത് നമ്മൾ ടിക്ക് മാർക്ക് ക്ലിയർലി ഇടാത്ത സിറ്റുവേഷനിൽ. സെക്കൻഡ് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സീലും അതേപോലെ തന്നെ റിട്ടയറിംഗ് ഓഫീസറിൻ്റെ ഇനിഷ്യലും ഇല്ലാത്ത പേപ്പറിലാണ് നമ്മൾ വോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് പറഞ്ഞത് നമ്മുടെ കറക്റ്റ് പ്ലേസിൽ നമ്മൾ ടിക്ക് മാർക്ക് പ്രൊവൈഡ് ചെയ്യാണ്ടിരുന്നത്, ഡൗട്ട്സ് ക്രിയേറ്റ് ചെയ്യുക, എന്തിനാണ് ടിക്ക് ചെയ്തതെന്ന് ക്ലിയർലി മെൻഷൻ ചെയ്യാത്ത സിറ്റുവേഷനിൽ. ലാസ്റ്റ് വൺ പറഞ്ഞത് നമ്മുടെ കാൻഡിഡേറ്റ്സ് ഒരാൾക്കാണ് നമുക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. ഇപ്പോൾ ഒന്നോ രണ്ടോ അധികം പേരിലേക്ക് അവർ ടിക്ക് മാർക്ക് ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്കോ എന്തെങ്കിലുമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതും ഇൻവാലിഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇൻവാലിഡ് വോട്ട്സിൽ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വോട്ടിംഗ് പ്രൊസീജിയർ പറയുന്നത്. അപ്പോൾ വോട്ടിംഗ് പ്രൊസീജിയേഴ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഡിസിഷൻ ടു കണ്ടക്ട് എലക്ഷൻ കണ്ടക്ട് ചെയ്യേണ്ട ഡിസിഷൻ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു റിട്ടയറിംഗ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞത് ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടീസ്, നമ്മൾ ഇലക്ഷൻ നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. അതിൻ്റെ അകത്ത് സർട്ടൈൻ മാറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ പബ്ലിക്കേഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ്, നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പബ്ലിക്കേഷൻ നമ്മൾ നടത്തണം. അതേപോലെ തന്നെ ഫയലിംഗ് നോമിനേഷൻ പേപ്പർ, ആരൊക്കെയാണ് ഇലക്ഷന് മത്സരിക്കണമെന്നുള്ള അവരുടെ നോമിനേഷൻ പേപ്പേഴ്സ് ഫയൽ ചെയ്യുക. ആ ഫയൽ ചെയ്തതിൽ നിന്ന് നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യുക, നമ്മുടെ ഫൈനൽ ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ പബ്ലിക്കേഷൻ ഓഫ് വാലിഡ് നോമിനേഷൻ, നമ്മുടെ സ്ക്രൂട്ടനൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റിജക്റ്റ് ചെയ്യാത്ത നോമിനേഷനൊക്കെ വാലിഡ് നോമിനേഷനായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുക. അതിൽ നിന്ന് ആരെങ്കിലും വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാൻഡിഡേറ്റ്സിന് അതിൽ നിന്ന് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറഞ്ഞതാണ് പോളിംഗ്, നമ്മുടെ ഫൈനൽ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ നിന്നുള്ള പേഴ്സണെ പോൾ ചെയ്യാനായിട്ടുള്ള അവസരമാണ് പോളിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കൗണ്ടിങ് വോട്ട്, പോളിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിന്നറെ അനൗൺസ് ചെയ്യാനായിട്ട് വോട്ട്സ് കൗണ്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇലക്ഷൻ്റെ പ്രൊസീജിയർ. ലാസ്റ്റ് വൺ പറഞ്ഞു ഇൻവാലിഡ് വോട്ട്, അതായത് ചില വോട്ടുകൾ നമ്മൾ വാലിഡായിട്ട് കൺസിഡർ ചെയ്യില്ല, അതാണ് ഇൻവാലിഡ് വോട്ടിൽ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇലക്ഷൻ പ്രൊസീജിയറിൻ്റെ ഇലക്ഷൻ റിഗാർഡഡ് ആയിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ടോപ്പിക്കാണ് എടുത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അതോടൊപ്പം തന്നെ മിസ് ഇന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ ഇലക്ഷൻ പ്രൊസീജിയറിൻ്റെ സ്റ്റെപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. സോ അത്ര ഇമ്പോർട്ടൻസോടുകൂടി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതിന് ആൻസർ പ്രൊവൈഡ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.